നമ്മൾ ഇൻസ്റ്റന്റ് പോട്ടിൽ അല്ലെങ്കിൽ പ്രഷർ കുക്കറിൽ പാലട ഉണ്ടാക്കുന്നതാണ് ചെയ്യാൻ പോകുന്നത്. ഇത് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം 1 കപ്പ് പഞ്ചസാര ഇൻസ്റ്റന്റ് പോട്ടിന്റെ അതിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ബൗളിൽ. അതിപ്പോൾ ഒട്ടും വെള്ളം കാണരുത്, കുറച്ചെങ്കിലും വെള്ളം കിടന്നാൽ പഞ്ചസാര ക്രിസ്റ്റലായിപ്പോൾ. അപ്പോൾ ഒട്ടും വെള്ളമില്ലാത്ത ഇൻസ്റ്റന്റ് പോട്ടിൽ, അതായത് സോട്ടയിൽ ഇട്ട് കഴിയുമ്പോൾ വെള്ളമെല്ലാം മാറും. അതുപോലെ തന്നെ പ്രഷർ കുക്കർ ആയാലും അതുപോലെ അടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര കാരമലൈസ് ചെയ്യാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതിനായിട്ട് 1 കപ്പ് പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുത്തേക്കുന്നത്. അതപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും കുറച്ച് സമയം എടുക്കും. അത് കഴിയുമ്പോൾ ഇതുപോലെ പഞ്ചസാര നന്നായിട്ട് കാരമലൈസ് ആയി വരും. അപ്പോൾ അധികം കളറൊന്നും ചേഞ്ച് ചെയ്യണ്ട, ബ്രൗൺ ഒന്നും ആവണ്ട. നമ്മൾ കേക്കിനൊന്നും ചെയ്യുന്ന പോലെ ബ്രൗൺ ആവണ്ട. നമ്മളിപ്പോൾ ചെറുതായിട്ടൊന്ന് നമ്മൾ കാരമൽ മിഠായൊക്കെ കഴിക്കില്ലേ, അതുപോലെ ഒരു കളർ വരുമ്പോൾ നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുവരെ ഒന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിച്ചാൽ കരിയാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. കണ്ടോ, ചെറുതായിട്ട് ഇങ്ങനെ മെൽറ്റ് ആയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. കളർ ചെറിയൊരു യെല്ലോയിഷ്, ഒരു കാരമൽ കളറായി വരുന്നു. അപ്പോൾ എല്ലാ ഭാഗത്തുനിന്നും ഉള്ളത് അങ്ങനെ അതുപോലെ ആവാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ പാല് ചേർത്ത് കൊടുക്കാം. കാര്യം ഇത് നല്ല ചൂടിലായിരിക്കും ഇരിക്കുന്നത്. പഞ്ചസാര കാരമലൈസ് ചെയ്യുന്നത് ഹൈ ടെമ്പറേച്ചറിലാണല്ലോ ചെയ്യുന്നത്. അപ്പൊ കുറച്ച് നല്ല ചൂടിലിരിക്കുക. അപ്പോൾ നമുക്ക് കുറേശ്ശെ പാല് ചേർത്ത് കൊടുക്കാം. അപ്പൊ ചൂട് പാല് തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അതാകുമ്പോൾ ടെമ്പറേച്ചർ ഡിഫറൻസ് ഇല്ലെങ്കിൽ നമ്മൾ ഇത് ക്രിസ്റ്റലായി മാറും ഈ പഞ്ചസാര. അതുകൊണ്ട് നമ്മൾ ചൂട് പാല് തന്നെ ഒഴിച്ചു കൊടുത്ത് ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ ഇതൊരു നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അടയുടെ അനുസരിച്ച് എടുക്കാം. ഇതിപ്പോൾ ഞാനൊരു 4 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് പാലടയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം 1 കപ്പ് കാരമലൈസ് എടുത്തിരുന്നു. അപ്പോൾ വീണ്ടും ഞാനൊരു 1/4 കപ്പും കൂടെ ചേർത്ത് കൊടുത്തേക്കുന്നത്. നന്നായിട്ട് ഇളക്കാം. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന അട ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് മധുരമൊക്കെ ഒന്ന് നോക്കാം. കുറച്ചധികം മധുരത്തിരിക്കണം. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല കറക്റ്റ് പരുവാവും. പിന്നെ നമുക്കപ്പോൾ ഇനി ലിഡ് അടച്ചു കൊടുക്കാം. ലിഡ് അടച്ചാൽ നമ്മൾ സെറ്റ് ചെയ്യുന്നത് സൂപ്പ് ഓർ ബ്രോത്ത് എന്നുള്ള ഇതിൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് 10 മിനിറ്റ് അതാണ് ചെയ്യുന്നത്. അപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഓൾറെഡി വാമിലേക്ക് മാറും. കീപ് വാം എന്നാണല്ലോ. അപ്പം നമുക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ ചെറിയ ചൂടിൽ ഇപ്പോൾ ഒരു 30 മിനിറ്റ്സ് ഇരിക്കും. അപ്പോൾ ഇതൊന്നും നമ്മൾ കുക്കറിലാണെങ്കിൽ നമ്മൾക്ക് പുറത്തേക്ക് വരാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതാകുമ്പോൾ ഒന്നും അറിയത്തില്ല. 30 മിനിറ്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 30 കൂടുതൽ ഇരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ ആ സമയത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ലിഡ് തുറന്ന് പായസം സെർവ് ചെയ്യാൻ റെഡി ആവുകയും ചെയ്യും. വളരെ ഈസിയാണ്. നമ്മൾ ആകെ ആ ഒരു പഞ്ചസാര കാരമലൈസ് ചെയ്യുന്ന ആ ഒരു സമയം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഇതിനെ കുറിച്ച് ബോധർ ചെയ്യാൻ വേണ്ട. അത് സൈഡിൽ സദ്യയുടെ കൂടെ നമുക്ക് കൂടെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ, ഈസി ആയിട്ട് തന്നെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.